DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 31 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ശക്തമായ മഴ കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോഴിക്കോട് ജില്ലയിലെ 2 താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തറിയിപ്പ്, ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇത്തവണ സമയം നീട്ടി നൽകിയേക്കില്ല. ഇതുവരെ 5 കോടിയിലേറെ പേർ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷത്തെ തിരക്ക് കൈകാര്യം ചെയ്യാൻ വെബ്സൈറ്റ് സജ്ജമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. റിട്ടേൺ സമർപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കരുതെന്ന് ആദായനികുതി വകുപ്പ് നികുതിദായകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ശനിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിൽ ഇറങ്ങും. മത്സ്യബന്ധന ഹാർബറുകൾ സജീവമായിട്ടുണ്ട്. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പൂർത്തിയായിട്ടുണ്ട്. മത്സ്യബന്ധനം നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്താൻ തുടങ്ങിയിട്ടുമുണ്ട്. അടുത്തറിയിപ്പ്, കനത്ത മഴ, വരൾച്ച, ശക്തമായ കാറ്റ്, അമിതമായ ചൂട് തുടങ്ങി പ്രതികൂല കാലാവസ്ഥ മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിൽ നിന്ന് കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള 2026 ഖാരിഫ് സീസൺ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. കാർഷിക വായ്പ എടുത്ത കർഷകർ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം. CSE കേന്ദ്രങ്ങൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അംഗീകൃത ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ വഴിയോ അപേക്ഷ നൽകേണ്ടതാണ്. വരൾച്ച കൊണ്ടോ അമിതമായ ചൂട് കൊണ്ടോ ഇനി കനത്ത മഴ കൊണ്ടോ ശക്തമായ കാറ്റുകൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന കൃഷിനാശത്തിൽ നിന്ന് കർഷകർക്ക് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ന് പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരം അവസാനിക്കുകയാണ്. അതിനാൽ അപേക്ഷ വെക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർക്കായി ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് പുതുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹരായ കർഷകർക്ക് തന്നെയാണ് ധനസഹായം ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും തുടർന്നും ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കാനുമാണ് ഈ വാർഷിക പുതുക്കൽ പ്രക്രിയ നടത്തുന്നത്. കിസാൻ നിധി ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായി നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലോ എത്തി ഈ KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.